ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചെറിയ ഒരു 3 ഇൻസിഡൻറ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ നമ്മുടെ കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ്. ഒരു കുട്ടിയുടെ അസാധ്യമായ ഒരു രക്ഷപ്പെടൽ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയണം. തീർച്ചയായിട്ടും ആ രക്ഷപ്പെടൽ ഒരു നെടുവീർപ്പോടെ അല്ലാതെ ആർക്കും ആ വീഡിയോ തീർത്തും കണ്ടു തീർക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണണം. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ രക്ഷപ്പെടലൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇടുവീർപ്പോടെ അല്ലാതെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടു തീർക്കാൻ കഴിയില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് കണ്ണങ്കരയിൽ വെച്ച് നടന്ന സംഭവമാണിത്. അത്ഭുതകരമായി രക്ഷപ്പെട്ട കുഞ്ഞിൻ്റെ കുടുംബം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത്? അന്ന് ഞാൻ കുട്ടികളെ കൂടെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് വന്നതാണ്. കടയിലേക്ക് വന്ന് കടൻ്റെ അവിടെ നിർത്തി. ഇവനെ വണ്ടിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എൻ്റെ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം പുറത്തേക്ക് ഇറക്കിയതാണ്. ഞാനൊരു മിനിറ്റ് മകള് വണ്ടിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ മകളൊന്ന് ശ്രദ്ധിച്ച് ആ ഒരു ഗ്യാപ്പിൽ ഇവൻ ഇറങ്ങി വണ്ടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒരു സെക്കൻഡ് എന്താ സംഭവിച്ചതെന്ന് ഒന്നും ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേമാതിരി തന്നെ ഒരു സെക്കൻഡ് കൊണ്ടാണല്ലോ സംഭവിച്ചത്. പടച്ചോൻ്റെ ഒരു കൈ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു തന്നെ പറയാൻ പറ്റും. വീഡിയോ നിങ്ങൾ കണ്ടു കാണും. തീർച്ചയായും ആ കുട്ടിയുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ തിരുവനന്തപുരം പാറശാലയിൽ നടന്ന മറ്റൊരു അപകടത്തിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഒരു സ്ത്രീ രക്ഷപ്പെടുന്നത് അതും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് അത്ഭുതകരമായി ആ സ്ത്രീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. തികച്ചും സന്തോഷകരമായ ഒരു വീഡിയോ ആണ്. തികച്ചും ആ കാർ ഇടിച്ചതിന് ശേഷം തല കീയായി മറിയുന്നതും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ തോളിൽ ഇട്ട തോർത്ത് വരെ ആ കാർ ഇടിച്ച് തെറിപ്പിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ദൈവത്തിൻ്റെ കൈ എന്നോണം അത്ഭുതകരമായി ആ സ്ത്രീയെ ഒരു പരിക്ക് പോലും പറ്റാതെ രക്ഷപ്പെടുന്ന ഒരു വീഡിയോ ദൃശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുട്ടം ബൈപ്പാസിന് സമീപം കാർ തലകീഴായി മറിഞ്ഞു. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെയുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ചേരുകയാണ് ജയശങ്കർ. അമിത വേഗമാണോ ഈ അപകടത്തിന് കാരണമായത്? അതായത് പാറശാല ഊരമ്പ് റോഡിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഇത്തരത്തിലൊരു കാറ് അമിത വേഗതയിൽ വരികയും നിയന്ത്രണം നഷ്ടമായി മറ്റൊരു കാറിൽ ഇടിച്ച് തലകീഴായി മറിയുന്നതാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ ഈ അപകടം ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ രണ്ട് കാറുകൾക്കിടയിൽ അവർ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അപകടത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള പരിക്കുകളുമില്ല. ഈ മറഞ്ഞു വീണ വാഹനത്തിലുള്ള ആളുകൾ നിസ്സാരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു കാണും. ആ സ്ത്രീയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. ഇതും ഒരു ദൈവത്തിൻ്റെ ഒരു കൈ എന്ന രീതിയിൽ നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ദൃശ്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. KSRTC ബസ്സിൻ്റെ ടയറിൽ മറ്റൊരു കാർ വന്ന് ഇടിച്ച് അതിൻ്റെ ആക്സിലടക്കം ഊരി തെറിച്ച് പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും അത്രയും ഒരു നെടുവീർപ്പുടല്ലാതെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ സന്തോഷം അതൊന്നുമല്ല, ആർക്കും കാറിലോ ബസ്സിലോ ഉള്ള ആർക്കും ഒരു പരിക്ക് പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ. ടയറുകൾ ഇളകി മാറി എതിർദിശയിൽ നിന്നെത്തിയ കാർ ബസ്സിന്റെ പിൻഭാഗത്തെ ടയറിന് സമീപം ഇടിക്കുകയായിരുന്നു. ആക്സിൽ അടക്കമാണ് ടയറുകൾ വേർപെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മിഥുൻ സുധാകരൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, വലിയൊരു അപകടമാണ്. എന്താണ് സംഭവിച്ചത്? അതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? എന്താണ് ഈ അപകടത്തിന് മറ്റു വിവരങ്ങൾ? രജനി, രാവിലെ 7 മണിയോട് കൂടിയാണ് കൊട്ടാരക്കര കോട്ടപ്പുറം ഭാഗത്ത് ഈ അപകടം ഉണ്ടായത്. രജനി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അപകടം ഒഴിവായതാണ്. ബസിന്റെ പിൻഭാഗത്തെ ടയറുകൾ ഊരിത്തെറിക്കുകയായിരുന്നത്. ആക്സിൽ അടക്കമാണ് ഇളകി മാറിയത്.
എതിർ ദിശയിൽ നിന്നും വന്ന അമിത വേഗതയിലെത്തിയ കാർ ബസിന്റെ ടയറിന്റെ ഭാഗത്ത് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പിൻഭാഗത്തെ ടയർ ആക്സിലടക്കം ഊരി പുറകിലേക്ക് തെറിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ബസ് ആ റോഡിൽ നിരങ്ങി നിന്നു. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു, പക്ഷേ ആർക്കും പരിക്കില്ല. ബസ് മറിയുകയൊന്നും ഉണ്ടായില്ല. ഈ വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമായും 2 കണ്ടന്റാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ അപകടങ്ങൾക്കെല്ലാം തന്നെ കാരണം എന്ന് പറയുന്നത് 2 കാരണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മുടെ സമയക്കുറവാണ്. 10 മിനിറ്റ് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ കറക്റ്റ് 10 മിനിറ്റ് വെച്ച് യാത്ര ഷെഡ്യൂൾ ചെയ്യുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും 10 മിനിറ്റ് എത്തേണ്ടടുത്ത് 15 മിനിറ്റ് കൊണ്ട് എത്തിയാൽ തീർച്ചയായിട്ടും ഇത്തരം അപകടങ്ങൾ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ വേണ്ടി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവാണ്. ഒരു കാരണവശാലും ഈ 2 വീലറിലും മറ്റും യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒന്നിൽ കൂടുതൽ കുട്ടികളെ യാതൊരു സമയവശാലും ഒരേ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. കാരണം തീർച്ചയായിട്ടും നമുക്ക് ഒരു കുട്ടിയെ ശ്രദ്ധിക്കുന്നിടത്ത് മറ്റേ കുട്ടി മിസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ആ ബൈക്ക് യാത്രക്കാരന് സംഭവിച്ചത്. അദ്ദേഹം മകളെ തിരിഞ്ഞു നോക്കുന്ന ഇടയിലാണ് കുട്ടി മുന്നിൽ നിന്നും ഇറങ്ങി അപ്പുറത്തെ സൈഡിലേക്കുള്ള ലോറിൻ്റെ അടിയിലേക്ക് ഓടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നിസ്സാരമായ ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് നമ്മുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുടെയോ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇനിയെങ്കിലും അതൊരു ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.